അന്നദാനം തൃപ്തികരമോ? അന്നം ദാനം ചെയ്യണോ? അതെ, തീർച്ചയായും. ദാനങ്ങളിൽ ഏറ്റവും മാഹാത്മ്യമുള്ളത് അന്നദാനത്തിന് തന്നെയാണ്. അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത്? അന്നം ഒഴിച്ച് മറ്റൊരു ദാനവും വാങ്ങുന്നയാളിൽ തൃപ്തി ഉണ്ടാക്കില്ല. പണം, വസ്ത്രം, ഭൂമി, സ്വർണം, പശു എന്നിങ്ങനെ എന്തു വേണമെങ്കിലും ദാനം ചെയ്യാം. അന്നം ഒഴിച്ച് ഏത് ദാനമായാലും വാങ്ങുന്നയാളിൻ്റെ മനസ്സിൽ കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന തോന്നലും ഉണ്ടാകാം. പക്ഷേ വയറു നിറഞ്ഞാൽ ഇനി വേണ്ട, മതി മതി എന്ന് പറയും. എത്ര രുചിയുള്ള ഭക്ഷണമായാലും വയറു നിറഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങിയ ആൾക്ക് പൂർണ്ണ തൃപ്തിയും ഉണ്ടാകും. കൊടുത്തയാളിനും സന്തോഷം, കഴിച്ചയാളിനും സന്തോഷം. അന്നദാനം എത്തേണ്ടിടത്താണ് എത്തിയതെങ്കിൽ അവിടെ ഈശ്വരീയമായ ഒരു ചിന്തയും ഉണ്ടാകും. അവർ ആ ഒരു നിമിഷം കൊടുത്ത ആളിനു വേണ്ടി പ്രാർത്ഥിക്കും. ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ അന്നം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അന്നദാനം മഹത്തരം എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്തവനാണ് അത് കിട്ടുന്നതെങ്കിൽ എത്ര രുചിയുള്ളതായാലും അതിന് കുറ്റം കണ്ടെത്തും. അന്നം ഒഴിച്ച് മറ്റെന്ത് ദാനം ചെയ്താലും ദുരുപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട്. അവ കൈമാറ്റം ചെയ്ത് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നമ്മൾ പണം കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിച്ച പോലെയാകും. അതിൻ്റെ പാപവും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടിയും വരും. ആഹാരത്തിന് ഒരു പ്രശ്നമേ ഇല്ല. ഇത് വിശപ്പകറ്റാൻ മാത്രമുള്ളതാണ്. അതുകൊണ്ട് വേണ്ടയാൾ മാത്രമേ കഴിക്കുകയുള്ളൂ. അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യം മാറി സമ്പദ് സമൃദ്ധിയുണ്ടാകും എന്നും പറയാറുണ്ട്. അതിഥി സ്വീകരണത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കുചേലൻ എന്ന സുദാമാവിനെ സ്വീകരിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കുചേലൻ എന്നാൽ അഴുക്ക് വസ്ത്രം അണിഞ്ഞവൻ. അങ്ങനെയുള്ള ആ സുദാമാവിനെ ഓടിവന്ന് ആലിംഗനം ചെയ്ത് ഇരിക്കാൻ ആസനം കൊടുത്ത് കാൽ കഴുകിച്ച് അങ്ങനെ വളരെ കേമമായിട്ടാണ് ആ സ്വീകരണം. അതുപോലെ അന്നം സ്വീകരിക്കുന്ന ആൾ ആരായാലും നമ്മുടെ അതിഥിയാണല്ലോ. അയാൾക്ക് ആദ്യം കൈ കഴുകാൻ വെള്ളം കൊടുത്ത്, ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്ത്, കുടിക്കാൻ വെള്ളം കൊടുത്ത്, ആഹാരം വിളമ്പിക്കൊടുത്ത് സ്വീകരിക്കാം. അദ്ദേഹം കഴിച്ച ഇല അല്ലെങ്കിൽ പാത്രം നമ്മൾ തന്നെ എടുത്ത് മാറ്റണം. അതാണ് ഉത്തമം. ശേഷം അവർക്ക് അല്പനേരം ഇരുന്ന് വിശ്രമിക്കാനുള്ള അവസരം കൂടി കൊടുത്തതിന് ശേഷമാണ് അവരെ യാത്ര അയക്കേണ്ടതും. വീടുകളിൽ അന്നദാനം ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഉത്തമം. ക്ഷേത്രത്തിൽ നടക്കുന്നതിനെ അന്നദാനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പ്രസാദഊട്ടാണ്. ഭഗവാന്റെ പ്രസാദമാണ് അവിടെ കിട്ടുന്നത്. ഭാരതീയർ പണ്ട് മുതലേ അതിഥികളെ സ്വീകരിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. അതിഥി ദേവോ ഭവ, മാനവസേവ മാധവസേവ എന്നൊക്കെയല്ലേ പറയുന്നത്. ഇനി അന്നദാന മഹിമയുടെ ഒരു കഥ പറയാം. അംഗരാജാവായ കർണൻ മരണശേഷം സ്വർഗത്തിലെത്തിയപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നടന്ന് നടന്ന് ക്ഷീണിച്ചു. വല്ലാത്ത വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. കർണൻ സ്വർഗത്തിലേക്കാണോ പോയത് എന്ന് ചോദിച്ചാൽ സാധാരണ രാജാക്കന്മാരെല്ലാം ധർമ്മത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. യുദ്ധം ചെയ്താലും കൊല ചെയ്താലും ധർമ്മത്തിനു വേണ്ടിയായിരിക്കും അത്. അങ്ങനെയുള്ളവർ മരിച്ചാൽ വീരസ്വർഗം പ്രാപിച്ചു എന്ന് പറയും. അങ്ങനെ ക്ഷീണിതനായ കർണൻ അവിടെയെങ്ങും ഭോജനശാലകൾ ഒന്നും കണ്ടില്ല. ഒരു ഹോട്ടൽ പോലും അവിടെയെങ്ങും ഇല്ല എന്ന് പറയാം. ആരും ഒന്നും കഴിക്കുന്നതും കണ്ടില്ല. കായ്കനികളൊന്നും കാണാനുമില്ല. എവിടെ നോക്കിയാലും കാണാൻ നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ മാത്രം. അപ്പോൾ കർണൻ ചിന്തിച്ചു, എന്തേ ഇവിടെ ആർക്കും വിശപ്പും ദാഹവും ഒന്നും ഇല്ലേ? എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലോ. ഏതായാലും ക്ഷീണിതനായ കർണൻ അവസാനം ശ്രീകൃഷ്ണ ഭഗവാനെ കരളുരുകി വിളിക്കുകയാണ്. കൃഷ്ണ,
എനിക്ക് ഈ വിശപ്പും ദാഹവും താങ്ങാനാകുന്നില്ലല്ലോ, എന്നെ രക്ഷിക്കൂ എന്ന്. ഈ വിളി കേട്ട് കൃഷ്ണന് കാര്യം മനസ്സിലായി. അവിടെ എത്തിയ ഭഗവാൻ പറഞ്ഞു, അങ്ങ് ദാനശീലത്തിന് പേരുകേട്ട ആളാണ്. അങ്ങയുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി പിതാവായ സൂര്യദേവൻ ദാനം ചെയ്ത കവച കുണ്ടലങ്ങൾ വരെ അങ്ങ് ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെങ്കിലും അന്നദാനം നടത്തിയിട്ടുണ്ടോ? ഇത് കേട്ട് കർണൻ പറഞ്ഞു, അന്നദാനം നടത്തിയിട്ടില്ല. പക്ഷേ രത്ന ആഭരണങ്ങൾ തുടങ്ങി വിലപിടിപ്പുള്ള പലതും ഞാൻ ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അങ്ങ് അന്നം ദാനം ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങയ്ക്ക് സ്വർഗത്തിൽ പോലും വിശപ്പും ദാഹവുമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. കർണന് ആകെ സങ്കടമായി. ഇനി എന്തു ചെയ്യും? വീണ്ടും കൃഷ്ണൻ ചോദിച്ചു, സാരമില്ല, അങ്ങ് ആർക്കെങ്കിലും അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന്. പെട്ടെന്ന് കർണന് ഓർമ്മ വന്നു. അതെ, പലർക്കും ദുര്യോധനൻ്റെ ഭോജനശാലയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ അവിടെ വീണ്ടും ചോദിച്ചു, ശരി, ഏത് വിധത്തിലാണ് കാണിച്ചു കൊടുത്തത്? കർണൻ തൻ്റെ വിരൽ ചൂണ്ടിയാണത്രേ വഴി കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ആ ചൂണ്ടിയ വിരൽ വായിൽ വെച്ച് കുടിച്ചോളൂ എന്ന്. ഇത് കേട്ടതും കർണൻ തൻ്റെ ചൂണ്ടുവിരൽ വായിൽ വെച്ച് കുടിക്കാൻ തുടങ്ങി. അതോടെ കർണൻ്റെ വിശപ്പും മാറി, ദാഹവും മാറി. അദ്ദേഹം കൂടുതൽ ഉന്മാഷവാനും സന്തോഷവാനുമായി. അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത വിരലിന് ഇത്രയും മഹത്വമുണ്ടെങ്കിൽ അന്നദാനം നടത്തിയാലുള്ള മഹത്വത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ?